ഏകാദശിയുടെ തലേനാള്, അതായത് ദശമി ദിവസം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വെറും തറയിൽ വേണം കിടക്കാൻ, സഹശയനം പാടില്ല. ഏകാദശി ദിവസം അതിരാവിലെ എണീറ്റ് കുളി കഴിഞ്ഞതിന് ശേഷം ശുഭമായ വസ്ത്രം ധരിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം. ആ ദിവസം മുഴുവനും വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ ഈശ്വര ഭജനവുമായി കഴിച്ചുകൂട്ടുന്നത് വളരെയധികം ഉത്തമമാണ്. ഇന്ന് കാലത്ത് എല്ലാവർക്കും അത് സാധ്യമായി എന്ന് വരില്ല. അപ്പോൾ പ്രാർത്ഥന മനസ്സിൽ ഉരുവിടാം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു സ്തോത്രങ്ങൾ ജപിക്കുന്നതും വളരെയധികം നല്ലതാണ്. പകലുറങ്ങാൻ പാടില്ല. തുളസി തീർത്ഥം സേവിക്കാം. ഏകാദശി തിഥിയുടെ അന്ത്യപാദവും ദ്വാദശിയുടെ ആദ്യപാദവും ചേർന്ന് 30 നാഴിക ഹരിവാസരം എന്നാണ് പറയുക. ഈ സമയത്തിൽ ജലപാനം കൂടി ഒഴിവാക്കി വ്രതമനുഷ്ഠിക്കണമെന്നാണ് പറയുക. വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തികൾ മനഃശുദ്ധിയും ശുദ്ധിയും വാക്ശുദ്ധിയും കൃത്യമായും പാലിക്കണം. മൗനാചരണവും വളരെയധികം ഉത്തമമാണ്. ദ്വാദശി ദിവസത്തിൽ കുളി കഴിഞ്ഞതിന് ശേഷം വിഷ്ണു പൂജ ചെയ്യണം. ബ്രാഹ്മണർക്ക് ദാനവും ഭോജനവും എല്ലാം തന്നെ നൽകാറുണ്ട് ചിലർ. അതിനുശേഷം പാരണ ചെയ്യുന്നതാണ്